ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ കിരണിനോട് ബാക്കിയുള്ളവരെല്ലാവരോടും സംസാരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനാണെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാനൊന്ന് നോക്കട്ടെ, ജാമ്യം എടുക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരിക്കും. പക്ഷേ നിങ്ങളിത് നടന്നപ്പോൾ തന്നെ എന്നോട് ചില കാര്യങ്ങളെല്ലാം പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും റിസ്ക് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഇവിടെ മനസ്സിലാക്കിയിരിക്കുകയാണല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കേരളാണെങ്കിൽ സാറേ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ ഇവനെ പോലുള്ളവരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷയല്ല. കാരണം അവനും അത്രയ്ക്കും കൊടിൽ ക്രിമിനൽ ആയിരുന്നില്ലേ. അപ്പോൾ പിന്നെ അവനെ പോലുള്ളവർക്ക് വേണ്ടി എന്തിനാണ് സാറേ ഞങ്ങളെയൊക്കെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ ചോദിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിയമത്തിൻ്റെ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് കൊടിയ ക്രിമിനലാണെങ്കിൽ പോലും കൊന്നതാരാണോ അവരെ പോലീസ് തിരയും, നിയമത്തിന് മുന്നിൽ കൊണ്ടുപോവുകയും ചെയ്യും. അതൊന്നും ഇവിടെ വലിയൊരു വിഷയമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി, എന്തായാലും എനിക്ക് CI ഒന്ന് കാണണം, കണ്ടിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അതിനുശേഷം പിന്നീട് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നവീൻ പോവുകയാണ്. നവീൻ നേരെ ഈ CI ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് കയറി പോകുന്നത്. പക്ഷെ അപ്പോഴേക്ക് വേലു പറയണം, എൻ്റെ പൊന്ന് സാറേ ഇനിയും സത്യങ്ങളൊന്നും തുറന്ന് പറയരുത് ആരോടും. നടന്ന ഒന്നും പറയാൻ നിൽക്കണ്ട സാറേ. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ കിരണാണെങ്കിൽ ഇനിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വരേണ്ടതെല്ലാം വന്നു, ഇനി ആ ബോഡിയും കൂടി കണ്ടെത്തിയാൽ മതി, അതോടെ എല്ലാം തീർന്നു എന്ന് കിരൺ അവിടെ രഹസ്യമായിട്ട് തന്നെ ഇവരോട് രണ്ടുപേരോടും പറയും. ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ നവീൻ നേരെ ആ CIയുടെ മുന്നിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാര്, വക്കീലേ? എന്താ വക്കീൽ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം? അത് പിന്നെ സാറേ, ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാണ്. ജാമ്യോ? അവർക്ക് വേണ്ടിയോ? അവർക്ക് വേണ്ടി ജാമ്യം കിട്ടിയില്ലല്ലോ എൻ്റെ പൊന്ന് സാറേ. ജാമ്യമില്ല കേസാണ്. ഇനി ജാമ്യം കൊടുക്കേണ്ടത് കോടതിയാണ്. അല്ലാതെ സാറ് വന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നും പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ ശരിയാവുന്നത്? ജാമ്യം എടുക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാമ്യം എടുക്കാൻ അറിയാം, എങ്കിൽ പിന്നെ സാറിന് നോക്ക് ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണാലോ. അല്ലെങ്കിൽ സാറേ എന്തിനാണ് ഇവരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്? അഥവാ ഇവരാണ് കൊന്നതെങ്കിലും ഇവിടെ സാറിന് മുന്നിൽ തെളിവുകളുണ്ടോ? തെളിവുകളില്ല. അതുമല്ല, ഈ ഗംഗാപ്രസാദിനെ പോലുള്ളവരെ കൊന്നെന്ന് വിചാരിച്ചിട്ട് ഇവരെ പിടിച്ച് സ്റ്റേഷനിലാക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അവനൊക്കെ മരിക്കേണ്ടവനല്ലേ. ഈ കേരളത്തിൽ തന്നെ വലിയൊരു ക്രിമിനലായിരുന്നില്ല അവൻ. കേരളത്തിൽ മാത്രം എവിടെയെല്ലാം പോയാണ് അവന് കൊലപാതകം ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയ പുള്ളിയായിരുന്നില്ലേ സാറേ അവൻ? എന്നിട്ട് എന്തിനാണ് അവന് വേണ്ടി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതായത് ഈ ഗംഗാപ്രസാദിൻ്റെ ഒരു കാമുകിയുണ്ട്, സ്റ്റെഫി എന്നാണ് അവളുടെ പേര്. അവള് എൻ്റെ അടുത്ത് വന്നൊരു കംപ്ലൈൻറ്റ് തന്നു. അവളെ കാമുകനെ കാണാനില്ല, അവളുടെ കാമുകനെ കാണാതായതിൻ്റെ പിന്നിൽ കിരണും ബാക്കിയുള്ളവരുമാണ് എന്നൊക്കെയാണ് അവളെന്നോട് പറഞ്ഞത്. പക്ഷേ അവൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തൊന്നുമില്ല. ചില തെളിവുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഞാൻ അവരെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുക. എന്ത് തെളിവുകളാണ് സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇവിടെ ഒരാൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അത് വേലുവാണ് കുറ്റം സമ്മതിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കിരണാണെങ്കിൽ ഗംഗാപ്രസാദിനെ ഇടിച്ച് ഒരു പരുവമാക്കി അവൻ നിലത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്കാണ് വേലു അവൻ്റെ തലയ്ക്ക് കമ്പി വെച്ച് അടിച്ച് അവനെ നിലത്തിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പക്ഷേ സാറേ എന്നാലും ബോഡി കിട്ടിയില്ലല്ലോ സാറേ. ബോഡി എവിടെ? ഇനി അതാണ് തിരയേണ്ടത്. ബോഡി കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സംശയം രീതിയിലാണ് ഇവരെ ഞാൻ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. കാരണം സത്യങ്ങൾ ഇവരുടെ വായിൽ തന്നെ വരണം. ഇവരാ ബോഡി എന്ത് ചെയ്തു, എവിടെ കൊണ്ടേ കളഞ്ഞു, എങ്ങനെ നശിപ്പിച്ചു, ഇതൊക്കെ അറിയേണ്ട കാര്യം തന്നെയുണ്ടെന്ന് നവീനോട് പറയാണ്. സാറേ വെറുതെ അറിയാത്ത കാര്യത്തിൽ പിടിച്ചുകൊണ്ടെന്ന് ഇവരെ കിട്ടുന്നത് വല്ലാത്തൊരു ഇതായിപ്പോയി സാറേ. ഏതായാലും ഞാനിവരെ ജാമ്യത്തിലെടുക്കാനായിട്ട് വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇല്ല ക്ഷമിക്കണം സാറേ, ജാമ്യത്തിൽ വിടാനായിട്ട് അനുവദിക്കില്ല. ഇത് നിസ്സാര ഒരു കൊലപാതകമല്ല. കൊലപാതകം ചെയ്തതിന് ശേഷം ആ ബോഡി എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ആ ബോഡി എവിടെയാണെന്ന് കണ്ടെത്തണം. അതിന് ശേഷമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. നവീൻ സാറ്
പോയാട്ടെ എന്നൊക്കെ ഇങ്ങനെ CI സാർ ഇങ്ങനെ പറയാ. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറേ ഏതായാലും കോടതിയിലെത്തുമല്ലോ ഈ കേസ്. കോടതിയിലെത്തുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ആയിക്കോട്ടേന്നേ, നമുക്ക് അവിടെ വെച്ച് തന്നെ കാണാം. ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ലല്ലോ. സംസാരിക്കരുത്, അതായിരിക്കും നവീൻ സാറിനും ബാക്കിയുള്ളവരെല്ലാവർക്കും നല്ലത്, അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ശരി ഓക്കെ സാറേ നമുക്കന്ന് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നവീൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ വേറൊരു പോലീസുകാരൻ വേറൊരു ആളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായി സാറേ ജാമ്യം കിട്ടുമോ, ജാമ്യത്തിൽ വിടാന്നൊക്കെ പറഞ്ഞു. എവിടെ അയാൾ അടുക്കുന്ന മട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ CI സാറ് ഒരു വല്ലാത്തൊരു മുഷടം തന്നെയാണെന്നേ. കേസ് എങ്ങനെയാണോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അയാൾക്ക് താല്പര്യം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പിന്നെ ആ സ്റ്റെഫി എന്ന് പറഞ്ഞ അവളാണ് കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ CI സാറ് എന്ന് പറയാം. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂട്ടറിൽ നമ്മുടെ സ്റ്റെഫി വന്നിറങ്ങുന്നത്. അപ്പോൾ ഇതേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാറേ അത് ആരാ വന്നേന്ന് നോക്കിക്കണ്ടേ. ഗംഗാപ്രസാദിന്റെ കാമുകി സ്റ്റെഫിയാ വരുന്നത്. ആ ഇവളല്ലേ, ഇവളെ എനിക്കറിയാം. ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പത്രത്തിലൊക്കെ TV-ലൊക്കെ ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവളെ. അങ്ങനെ സ്റ്റെഫി നേരെ ഈ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറേ എന്തായി സാറേ CI സാർ അകത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും CI സാർ അകത്തുണ്ട്. പിന്നെ നിനക്ക് സന്തോഷ വാർത്ത ഉണ്ടല്ലോ, ആ പ്രതികളെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ. കിരണല്ലേ, അവനൊരു പ്രതി തന്നെയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണല്ലോ സാറേ ഞാൻ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അവനെയും കൂടി കാണാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ ഗംഗാപ്രസാദിനെ കൊന്നവൻ കിരൺ, അവനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് കേട്ട നവീനാണെങ്കിൽ അതിന് കിരൺ അല്ലെങ്കിലോ ഇവിടെ കൊലപാതകി വേറൊരാളാണെന്ന് പറയാണ്. ഇതാരാണ് സാറേ? ഇത് നവീൻ വക്കീൽ എന്ന് പറയണം. ഓ അത് ശരി, ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ. എങ്കിലേ അവർക്കൊന്നും ജാമ്യം കിട്ടാനായിട്ട് പോകുന്നില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ജാമ്യം കിട്ടാനായിട്ട് ഞാൻ അനുവദിക്കില്ല. എൻ്റെ ഗംഗാപ്രസാദിനെയാണ് അവനൊക്കെ കൊന്നിരിക്കുന്നത്. എന്നിട്ട് അവനല്ല കൊന്നത്, വേലു എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഗംഗാപ്രസാദിനെ കൊന്നത് എന്ന് പറയാണ്. ആരാണെങ്കിലും ഈ കിരണിൻ്റെ കൂട്ടാളി തന്നെയാണല്ലോ, കിരണ ആണല്ലോ കൂട്ടു നിന്നത്. അപ്പോൾ അവരെയും പിടിച്ച് അകത്തിടേണ്ട ആ ഒരു ഇതുണ്ടെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഇവനൊക്കെ വേണ്ടിയാണ് നീ കിടന്നിങ്ങനെ അലഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഒരു സാധ്യതയില്ല, ഞാൻ അവനെ പുറത്തിറക്കും. കോടതിയിലേക്ക് വരുമല്ലോ ഈ കേസ്. അപ്പോൾ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. അവിടെ ഞങ്ങളുടെ ഒരു രീതി അത് വേറൊരു രീതി തന്നെയായിരിക്കുമെന്ന് നവീൻ പറയണം. കാണാം സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റെഫി ഞങ്ങളുടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ നവീനോട് പറയണേ അവൾ വല്ലാത്തൊരു ആൾ തന്നെയാണ്. ഇവളും ജയിലൊക്കെ ആയിരുന്നല്ലോ. ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞാൽ അവൾ മരിക്കും. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ എത്രത്തോളം പോകുമെന്നൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ സ്റ്റെഫി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ പിടിച്ചിരുത്തി അവിടെ നിൽക്കുക. ഞങ്ങളേതായാലും CI സാറോടൊന്ന് ചോദിക്കട്ടെ നിന്നെ കാണാനായിട്ട് അനുവാദം ഉണ്ടോ എന്ന്, അതിനുശേഷം നീ അകത്തേക്ക് വന്നാൽ മതി. അപ്പോൾ പോലീസുകാരൻ ചെന്നിട്ട് CI സാറോട് പറയാണ്, സാറേ ആ സ്റ്റെഫി എന്ന് പറഞ്ഞാൽ അവൾ വന്നിട്ടുണ്ട് കാണാനായിട്ട്, കയറ്റി വിടണോ സാറേ? കയറ്റി വിട്, അവളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ന്യൂസ് അവളുടെ ചെവിയിലെത്തുമല്ലോ, അപ്പോൾ അവൾ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ സ്റ്റെഫിയോട് എന്ന് പറയണം, CI സാർ വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് കയറി ചെല്ല്. അങ്ങനെ സ്റ്റെഫി കയറി ചെല്ലുകയാണ്. ഇതാരാ വന്നിരിക്കുന്നത്? സ്റ്റെഫിയോ? അതെ, നീ പറഞ്ഞതുപോലെ തന്നെ അവരെ ഞങ്ങൾ 3 പേരും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഗംഗാപ്രസാദിൻ്റെ മരണത്തിന് പിന്നിലാണെന്ന്. ഏതായാലും ഏകദേശം തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് സാറേ. അതിന് ഒരുപാട് നന്ദി പറയാൻ വേണ്ടിയാണ് സാറേ ഞാൻ വന്നത്. നന്ദിയോ? നിന്നോടുള്ള കടപ്പാട് കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. എനിക്ക് എൻ്റെ ഒരു പരാതി തന്നു. ആ പരാതിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. സാറേ എനിക്കറിയാം സാറേ, ആരോടും കടപ്പാടും ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. സാറിൻ്റെ മുന്നിൽ ഒരു കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് സാറ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ സാറേ ഞാൻ കാണാൻ വന്നതും സാറിൻ്റെ ഇതിൽ പരാതി തരാൻ വേണ്ടി വന്നതും. അതുകൊണ്ടാണല്ലോ സാറേ. ഏതായാലും നീ എന്തിനാണ് ഈ ഗംഗാപ്രസാദിൻ്റെ ഒക്കെ പിന്നിൽ നടക്കുന്നത്? നിനക്ക് നല്ലൊരു ജീവിതമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഗംഗയല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ എനിക്കൊരു ജീവിതവും ഇല്ല സാറേ. എനിക്ക് അവരെ ഒന്ന് കാണാനായിട്ട് പറ്റുമോ? പോയി കണ്ടോ, ഞാൻ അവരെ കൂടി കാണാനും 2-3 വർത്താനം സംസാരിക്കാനും ഒക്കെയാണ് ഞാൻ വന്നതൊക്കെ സ്റ്റെഫി പറയാം.
അങ്ങനെ സ്റ്റെഫി നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റെഫിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രതീഷ് കിരൺ സാറേ ഇത് ആരാ വന്നേന്ന് നോക്കുക. അവള് ആ സ്റ്റെഫി. അങ്ങനെ കിരൺ തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി ഭയങ്കരമായിട്ടിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എടാ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ച് നിൽക്കുകയായിരുന്നടാ. എൻ്റെ ഗംഗാപ്രസാദിനെ കൊന്ന് തള്ളിയിട്ട് നീ അങ്ങനെയൊക്കെ ആസ്വദിച്ച് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചോ? പക്ഷെ എൻ്റെ പൊന്നു മോനെ അതൊന്നും നടക്കില്ലെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേലുവാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുറിച്ച് അവനെക്കുറിച്ച് പറഞ്ഞു പോകരുത്. കാരണം അവനെ കെട്ടി തൂക്കി കാട്ടിലേക്ക് എറിയണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കണമെന്നും. പക്ഷെ അത് നടന്നില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് അവൻ്റെ തലക്കിട്ട് ഞാൻ അടിച്ചത്, അവനെ കൊന്നത് എന്നൊക്കെ പറയാ. ഇത് കേട്ട സ്റ്റെഫിക്ക് അവിടെ കല്ലി വരികയാണ്. അതേടാ നിങ്ങളൊക്കെ എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ഗംഗയെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും നാളെ വിചാരിച്ചത് എൻ്റെ ഗംഗ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഗംഗ ജീവിച്ചിരിക്കുന്നില്ല എന്ന്. ഇനി എനിക്ക് ആരെയും പ്രതീക്ഷിച്ച് ജീവിക്കേണ്ട കാര്യമില്ലടാ. എടാ നീ എന്താ വിചാരിച്ചത്? ഗംഗ മരിച്ചെന്ന് വിചാരിച്ച് എല്ലാം അവസാനിച്ചു എന്നോ? ഒരിക്കലും ഇല്ലടാ. ഗംഗ മരിച്ചെന്ന് വിചാരിച്ച് ഒന്നും അവസാനിക്കാനായിട്ട് പോകുന്നില്ല ഇവിടെ. ഇനി തുടങ്ങാനായിട്ട് പോകുന്നില്ലടാ. ഗംഗയെ സ്നേഹിക്കുന്നവർ പലരും പുറത്തുണ്ടടാ. അവരൊക്കെ നിങ്ങളെ ഉന്നം വെച്ച് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ഗംഗയ്ക്ക് മോക്ഷം തേടി കൊടുക്കണം. എൻ്റെ ഗംഗയെ ഇനി എവിടെയാണ് കൊണ്ട് കളഞ്ഞത്? ഇതൊക്കെ നിന്റെ നാവിൽ തന്നെ അറിയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രതീഷാണെങ്കിൽ നിനക്ക് വല്ല പ്രാന്തുണ്ടോടി? നീ എന്തിനാ ഈ ഗംഗയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പോകുന്നത്? അവൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാവോ? കാട്ടിലേക്ക് അവൻ എന്താ കാണിച്ചു കൂട്ടിയെന്നൊക്കെ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവൻ എന്ത് കാണിച്ചു കൂട്ടിയാലും ചിലപ്പോൾ ഭയങ്കര ക്രിമിനലായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഗംഗ ജീവൻ തന്നെയാണ്. അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാ. നിന്നൊക്കെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ലടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സ്റ്റെഫിയും പറയുകയാണ്. ഇവിളേക്കൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതേടാ ഇനി ജാമ്യം കിട്ടണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. നീയൊക്കെ പുറത്തിറങ്ങിയാലും നിന്നെയൊക്കെ വിടില്ലടാ. ഗംഗയുടെ ബോഡി എവിടെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി നീയൊക്കെ പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സ്റ്റെഫി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ഇവളെ സൂക്ഷിക്കണം. കാരണം ഇവള് ഗംഗയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും നടക്കുന്നവളാണ്. ഇവള് ഏതു മുഖേനയും കണ്ടെത്തും. കാരണം ഇവള് കാരണമാണല്ലോ നമ്മളിപ്പോൾ അകത്തായത്. ഇവളൊരു പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അകത്താകില്ലായിരുന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേ സാറേ നമ്മൾ ഇനി കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ടെന്നൊക്കെ ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ കിടന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയാണ്. അപ്പോൾ രൂപയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ശാരിയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരികയാണ്. പാലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് രൂപയെ കണ്ടപ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ രാഹുലേട്ടനെ കൊന്ന് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തതാണ്. സ്വന്തം അമ്മാവനാണെന്ന് പോലും അവൻ ചിന്തിച്ചില്ല. എന്നിട്ട് എൻ്റെ രാഹുലേട്ടനെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ വിചാരിച്ച് ശാരി നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ രൂപ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ? എൻ്റെ മകനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആ വൃത്തിയായിട്ട് അവനെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകനെ പോലീസുകാർ അറസ്റ്റ് കൊണ്ട് പോയത് നീ കണ്ടില്ലായിരുന്നോ? കഴിഞ്ഞപ്പോഴേക്കും അല്ല, എന്തിനാണ് കിരൺ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അതേപോലുള്ള ക്രിമിനലുകളെ കൊല്ലേണ്ടതല്ലേ? ഒരു അസുരനല്ലേ ചത്തിരിക്കുന്നത്? അപ്പം എന്തിനാണ് പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരുന്ന 2 എണ്ണം ഉണ്ടായിരുന്നു അസുരന്മാർ. ഒന്ന് നിന്റെ ഭർത്താവും ഒന്ന് ആ ഗംഗാപ്രസാദും. അവരെയൊക്കെ ഇല്ലാതാക്കിയെന്ന് വിചാരിച്ച് മറ്റുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CS ഓടി കതിച്ച് വരുന്നത്. അപ്പോൾ CS കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രൂപ ചോദിക്കണം, എന്തായി ചന്ദ്രേട്ടാ, കിരൺ മോനെ പുറത്തു വിടോ, ജാമ്യം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഇല്ല രൂപേ, ജാമ്യം കിട്ടിയില്ല. ഇത് കേട്ട രൂപ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. ജാമ്യം കിട്ടിയില്ലെന്നോ? ഇതെന്താണ് ചന്ദ്രേട്ട പറയുന്നത്? അതെന്താ ജാമ്യം കിട്ടാതെ എന്നത്? അത് പിന്നെ സ്റ്റെഫി ആണല്ലോ കംപ്ലൈൻറ്റ് കൊടുത്തത്. പിന്നെ ബോഡിയും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ കേസ് കോടതിയിലേക്ക് പോകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നവീൻ പരമാവധി ശ്രമിച്ച് നോക്കി. ഇനിയിപ്പോൾ കോടതിയിൽ വെച്ച് മാത്രമേ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് നവീൻ പറഞ്ഞത്. രൂപ നീ സങ്കടപ്പെടണ്ട, ഉറപ്പായിട്ടും നമ്മുടെ മോന് ജാമ്യം കിട്ടും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇനി ആ ബോഡി എവിടെയാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കേസിനൊരു തീർപ്പ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നം തന്നെ ആകും രൂപേ എന്നൊക്കെ ഇങ്ങനെ CS പറയുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രൂപയാണെങ്കിൽ ആകെ ഞെട്ടി വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശാരിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. തന്നെ ഭർത്താവിനെ കൊന്നവൻ ജയിലാണല്ലോ എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ
അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.